ബിസി ഡേയ്സിൽ പൊങ്കൽ ഷടേന്ന് നമുക്ക് ഉണ്ടാക്കിയാലോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആദ്യം തന്നെ നെയ്യ് ഒഴിക്കുക. അതും കുക്കറിൽ 1 പോട്ട് ബ്രേക്ക്ഫാസ്റ്റ്. കുക്കറിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും കൂടെ ആഡ് ചെയ്ത് നന്നായി വാട്ടിയെടുക്കുക. അതിനുശേഷം സ്ലിറ്റ് ചെയ്ത പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി ഇത്രയും ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായി വാട്ടിയെടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക. ഇനി ചെയ്യേണ്ടത് പൊങ്കൽ പരിപ്പാണ്. പൊങ്കൽ പരിപ്പ് ഞാൻ തലേന്ന് രാത്രി തന്നെ വൃത്തിയായി ക്ലീൻ ചെയ്ത് അതിനുശേഷം ഒരു ഡ്രെയിനറിലിട്ടിട്ട് വെച്ചു. പിന്നെ ഞാൻ നന്നായി വെള്ളം മാലിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അതാണ് ഞാനിപ്പോൾ രാവിലെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ അത് വറക്കേണ്ടതാണ്. ഇതിലേക്ക് വറുത്ത് വന്നാലേ അതിന് ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഈ പൊങ്കൽ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പൊങ്കൽ പരിപ്പ് ഹാഫ് പോർഷൻ റോ റൈസ് പച്ചരിയാണ് ആഡ് ചെയ്യേണ്ടത്. 1:1 പോർഷൻ ആക്കാം. അതല്ല പരിപ്പാണ് കൂടുതൽ വേണ്ടതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം. ഇതിൽ റേഷ്യോ അങ്ങനെ ഇല്ല. പക്ഷേ ഒന്നേ ഉള്ളൂ, രണ്ടും കൂടെ ചേർത്ത് ഒരു ഗ്ലാസ് ആണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം. അതാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഹാഫ് കപ്പ് പരിപ്പും ഹാഫ് കപ്പ് പച്ചരിയും കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം മാലാൻ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ നന്നായി വറുത്തതിന് ശേഷം ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് 1 കപ്പാണ് വരുന്നത്. അതായത് പരിപ്പും പച്ചരിയും കൂടെ ചേർത്തിട്ട് 1 കപ്പ്. അതുകൊണ്ടാണ് ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ 1:4 ആണ് ഇതിൻ്റെ റേഷ്യോ. ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട, ലാസ്റ്റ് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ മൂടി ഒരു 4 വിസിൽ. ഞാൻ 4 വിസിലാണ് വെച്ചത്. ഇത് കുറച്ച് മാഷി ആയിരിക്കും പൊങ്കൽ പൊതുവേ. പിന്നെ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു ഫ്ലേവറും നല്ല ഒരു സ്മാഷി ആയിട്ടുണ്ടാകും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇത്. ഇപ്പോൾ നമ്മുടെ പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായി മാഷായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് മാഷായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുറച്ചൊന്ന് ഒഴിച്ച് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഇപ്പോൾ നമ്മുടെ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. വേണ്ടവർക്ക് കാഷ്യൂ ആഡ് ചെയ്യാം. ഞാൻ കാഷ്യൂ നേരത്തെ ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. ഇത് തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ നല്ല തേങ്ങാ ചട്നി അല്ലെങ്കിൽ സാമ്പാർ, ഇത് വേണമെങ്കിൽ. ഞാനിന്ന് വറുത്തരച്ച സാമ്പാറാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.